സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിലക്ക് ലംഘിച്ച് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. സജോ ദേവസിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സജോ, ഇതിങ്ങനെ ഒരു വിവാദമാകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഫ്ലെക്സ് പാടില്ല എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. പലപ്പോഴും അത് പലയിടത്തും ലംഘിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ ചിത്രമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാകുന്നു. എങ്ങനെയാണ് അതിൽ പ്രതിഷേധമൊക്കെ? പാതയോരങ്ങളിലെ പൊതുസ്ഥലങ്ങളിലെയൊക്കെ ഫ്ലെക്സുകൾക്ക് നിരോധനം അല്ലെങ്കിൽ അക്കാര്യങ്ങൾ അത് നീക്കം ചെയ്യണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയൊക്കെ നീക്കം ചെയ്തിരുന്നു. തലസ്ഥാനത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടേറിയറ്റിന് മുൻപിലൊക്കെ സ്ഥാപിച്ചിരുന്ന പൊതുവിടങ്ങളിലൊക്കെ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ വ്യാപകമായി നീക്കം ചെയ്തിരുന്നതുമാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചതുമാണ്. ഇതിനിടെയാണ് സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട കന്റോൺമെന്റ് ഗേറ്റിന് സമീപം ഫ്ലെക്സ് ബോർഡ് ഭരണാനുകൂല സംഘടന, അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭരണാനുകൂല സംഘടനയാണ്. മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൗട്ടോട് കൂടിയാണ് വലിയ ഒരു കൂറ്റൻ ഫ്ലെക്സ്, നമുക്ക് തന്നെ ഇതിൻ്റെ നീളം തന്നെ കണ്ടാൽ മനസ്സിലാകും, വലിയ ഉയരവും അടക്കമുണ്ട് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അഥവാ കോർപ്പറേഷൻ്റെ അനുമതി അവർ തേടിയിരുന്നു. പക്ഷേ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ നൽകാൻ കഴിയുമോ എന്ന ചോദ്യം അടക്കമുണ്ട്. കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ തുടർച്ചയായി ഫ്ലെക്സുകളുടെ കാര്യത്തിൽ തന്നെ നിരോധനം ഏർപ്പെടുത്തുകയും ആ കാര്യത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കോടതി നൽകുകയും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും സംസ്ഥാനത്തുടനീളം ഇത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി ചട്ടം ലംഘിച്ചൊക്കെ സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളുടെ കാര്യത്തിൽ ഫൈൻ ഉൾപ്പെടെ ഈടാക്കുകയും അവയൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ സെക്രട്ടറിക്ക് ചുമതല നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യുകയും വ്യാപകമായി ചെയ്തതാണ്. ഇതിനിടെയാണ് ഭരണാനുകൂല സംഘടന ജനുവരി 16 അവരുടെ സുവർണ ജൂബിലി സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ഭാഗമായാണ് വലിയ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടറിയോട് സമീപത്ത് തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്ന പുതിയ മന്ദിരം ജനുവരി 16 ഉദ്ഘാടനം ചെയ്യുന്നു. അതിലാണ് മുഖ്യമന്ത്രിയുടെയും ഒപ്പം സ്ഥലം MLAയും CPIMൻ്റെയും ജില്ലാ സെക്രട്ടറിയുടേതും അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൂറ്റൻ കട്ടൗട്ടൊക്കെ വെച്ച് ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്ത് കന്റോൺമെന്റ് ഗേറ്റിനോട് ചേർന്ന് ഇത്ര വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തുടനീളം ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് നടത്തിപ്പോകുന്ന നടപടികളുടെ സാഹചര്യം അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹസിക്കുന്ന വിധത്തിലായി പോകുന്നില്ല എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ ഭരണാനുകൂല സംഘടന സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് അനുമതി ഉണ്ടാക്കാത്ത നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വവും ആണ്. അതിൽ കോർപ്പറേഷൻ എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സജോ ദേവസിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിലക്ക് ലംഘിച്ചാണ് അത്തരത്തിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു നടപടി അത് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുകയാണ്.